നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ജയറാമും മമ്മൂട്ടിയും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഇപ്പോൾ വലിയ അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കണക്കുകൾ നിങ്ങളുമായിട്ട് ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ജയറാമിൻ്റെ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഇനിഷ്യൽ കളക്ഷൻ ആയിരിക്കത്തില്ല ഈ ഒരു സിനിമയ്ക്ക് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജയറാമിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് ഈ ഒരു സിനിമയുടെ കളക്ഷൻ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു ഇതുണ്ട്. കാരണം ജയറാമിൻ്റെ ഒരു നല്ല പടം വന്നിട്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ വിജയിച്ച പടം വന്നിട്ട് കുറേ കാലങ്ങളായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് കിട്ടിയ ഒരു സിനിമയ്ക്ക് നല്ല ഒരു കളക്ഷൻ എന്ന് തന്നെ പറയാം. മാത്രവുമല്ല ജയറാം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇതിനകത്ത് ഈ ഒരു കളക്ഷനെ സ്വാധീനിച്ചിരിക്കുന്നത് മമ്മൂട്ടി ചെയ്ത കഥാപാത്രം തന്നെയാണ്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പ്രസൻസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ ഇന്നലെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയ ഒരു സമയം കൊണ്ട് തന്നെ ആ സിനിമയെ ടോട്ടാലിറ്റിയെ തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അത് ഒരു മമ്മൂട്ടി ചിത്രമാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഫാൻസുകാരെയും അല്ലാത്ത സാധാരണ പ്രേക്ഷകരെയും എല്ലാം തന്നെ ഒരേപോലെ എന്താ പറയുക തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി ആ സിനിമയിൽ വന്നത്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പറയുന്നു, ആ സിനിമ ഇനിയും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി അത് അനുഭവിക്കുക. ഗംഭീര സിനിമയാണ്. അതിൻ്റെ കളക്ഷൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേറെ വലിച്ചുനീട്ടലുകളൊന്നുമില്ലാതെ ഡയറക്റ്റ് ഇതിനകത്തേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ കേരള കളക്ഷൻ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കളക്ഷൻ, വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒന്നും ലഭ്യമാവില്ല. മിനിമം ഒരു 5-6 ദിവസമൊക്കെ കഴിഞ്ഞാലാണ് വിദേശ കളക്ഷൻ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഡേയിലെ ഓരോ ടൈമിലെയും ഒക്യുപ്പൻസി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലെയും ഒക്യുപ്പൻസിയും അതുപോലെ തന്നെ അവിടെ എത്ര ഷോ ഓടുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ എത്ര ഷോസ് ഓടുന്നുണ്ട്, അവിടുത്തെ ഒക്യുപ്പൻസിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ആദ്യ ദിവസം നേടിയത് 2,80,00,000 രൂപയാണ്. 2,80,00,000 രൂപ ആദ്യ ദിവസം നേടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ വലിയ ഒരു കളക്ഷൻ തന്നെ ലക്ഷ്യമിടുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അടുത്ത ഒരു 10 ദിവസത്തേക്ക് ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ തന്നെ റണ്ണ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനൊരു എതിരാളി എന്ന് ഇനി പറയാവുന്നത് 25-ാം തീയതി ഇറങ്ങുന്ന മോഹൻലാൽ സിനിമ മാത്രമാണ്. അതിനിടയിൽ വേറെ എതിരാളികളില്ല. ഇപ്പോൾ തിയേറ്ററുകളിൽ നിൽക്കുന്ന നേരി എന്ന് പറയുന്ന സിനിമ ഒരു എതിരാളിയെ ആയിട്ട് ഇപ്പോൾ നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ കണ്ടത് നമ്മുടെ മഞ്ഞപ്രയിലുള്ള തിയേറ്ററിലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഷോ ആയിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നത് നേരി എന്ന് പറയുന്ന സിനിമയായിരുന്നു. പക്ഷേ നേരിന് ആളില്ലാത്തത് കൊണ്ട് അവിടുത്തെ ഷോ ക്യാൻസൽ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ സിനിമ ഓസ്ലർ എന്ന് പറയുന്ന സിനിമ വന്നത്. അപ്പോൾ മിക്ക തിയേറ്ററുകളിലും സിറ്റികളിൽ, എറണാകുളം പോലുള്ള സിറ്റികളിൽ ഒരു പക്ഷേ ഇപ്പോഴും ആളുകൾ ഉണ്ടാവാം നേരിന്. പക്ഷേ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ മഞ്ഞപ്ര പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള കേരളത്തിൽ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയൊന്നും ഇനി ഈ നേരി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവിടങ്ങളിലെല്ലാം ഈ ഒരാഴ്ച തീർച്ചയായിട്ടും ഈ 10 ദിവസം എന്ന് പറയുന്നില്ല, ആദ്യത്തെ ഒരാഴ്ച നല്ല രീതിയിൽ തന്നെ കളക്ഷൻ ഈ പറഞ്ഞ ഓസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കും. മമ്മൂട്ടിക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന കുറേ ഏരിയകളുണ്ട്. അവിടെയെല്ലാം വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും. ഇതെല്ലാം കൊണ്ടുപോകുന്നത് ജയറാമിൻ്റെ ആദ്യത്തെ 50 കോടി ക്ലബ്ബ്, മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ചരിത്ര നേട്ടത്തിലേക്കായിരിക്കും. കാരണം ഏറ്റവും അവസാനം വന്ന് നോക്കുന്ന സമയത്ത് ജയറാമിൻ്റെ സിനിമ എന്നായിരിക്കും ഭാവിയിൽ അറിയപ്പെടുക. പക്ഷേ മമ്മൂട്ടിയുടെ സാന്നിധ്യമാണ് അതിന് വഴിവെച്ചതെന്നുള്ളതാണ് സത്യം. എന്ത് തന്നെയാലും 2,80,00,000 രൂപ ഫസ്റ്റ് ഡേ കേരളത്തിൽ നിന്ന് കിട്ടിയപ്പോൾ സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മൊത്തം കിട്ടിയത് 3,30,00,000 രൂപയാണ്. ചുരുക്കി പറഞ്ഞാൽ 50 ലക്ഷം രൂപയോളം കേരളത്തിന് പുറത്തുള്ള മാർക്കറ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയുന്നു, ഇത് ഇന്ത്യയിലെ കണക്ക് മാത്രമാണ്, ഒരിക്കലും വേൾഡ് വൈഡ് കണക്കുകളല്ല. GCC കൺട്രീസിൽ നിന്ന് നല്ല രീതിയിലുള്ള കണക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരാഴ്ചത്തെ ടൈം, ഒരു 5 ദിവസം എന്തായാലും എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല അതിനു മുമ്പ് കിട്ടുകയാണെങ്കിൽ അതും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ഒക്യുപ്പൻസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മോർണിംഗ് ഷോയ്ക്ക് 42.86% ഒക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് കാണിക്കുന്നത്. എനിക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റിയിരുന്നു. ഞാൻ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാതെ തിയേറ്ററിൽ പോയി കിട്ടും, ജയറാമിൻ്റെ പടമാണല്ലോ എന്ന് കരുതിയിട്ട് ഇരുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അല്പം ഫ്രണ്ടിലുള്ള സീറ്റാണ് കിട്ടിയത്. കാരണം ഓൾമോസ്റ്റ് ബുക്കിങ്ങിലൂടെ തന്നെ എല്ലാം ഫില്ലായിരുന്നു. ഏകദേശം ഈ പറഞ്ഞ 42% എന്ന് പറയുന്നത് 42.86 എന്ന് പറയുമ്പോൾ
പുറമെ 43% എന്ന് തന്നെ കണക്ക് കൂട്ടാം. അതായത് തിയേറ്ററിൻ്റെ പകുതിയോളം സീറ്റുകൾ ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്ത് പോയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആഫ്റ്റർനൂണിലേക്ക് വരുമ്പോൾ നോർമലി ഉണ്ടാകുന്ന ഒരു ഇടിവ് അവിടെ കാണാൻ സാധിക്കും. 34.89% ആഫ്റ്റർനൂൺ ഷോയുടെ ഒക്യുപ്പൻസി കാണിക്കുന്നത്. ഈവനിങ് ഷോയിലേക്ക് വരുമ്പോൾ വീണ്ടും അത് ചാടുന്നത് കാണാൻ സാധിക്കും. 52.83% ഒക്യുപ്പൻസി ഈവനിങ് ഷോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നൈറ്റ് ഷോയ്ക്ക് എല്ലാ സിനിമകൾക്കും സംഭവിക്കുന്ന പോലെ തന്നെ 72.81% ഒക്യുപ്പൻസി സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 72.81% കിട്ടിയെന്ന് പറയുമ്പോൾ മിക്ക തിയേറ്ററുകളിലും പ്രധാനപ്പെട്ട മിക്ക തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോസ് വരാനുള്ള സാധ്യതയുണ്ട്. ഹൗസ്ഫുൾ ഷോസിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അത് ഞാനിവിടെ ഉൾപ്പെടുത്തുന്നില്ല. എന്ത് തന്നെയായാലും ഹൗസ്ഫുൾ ഷോസ് ഉണ്ടായിട്ടുണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട സെൻറ്ററുകളിലെ ഒക്യുപ്പൻസിയും തിയേറ്ററുകളുടെ എണ്ണവും നോക്കുമ്പോൾ എല്ലാ കാലത്തെയും പോലെ കൊച്ചിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഷോസ് സിനിമ കളിക്കുന്നത്. 133 ഷോസ് ഓസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് കൊച്ചിയിൽ ലഭിക്കുന്നുണ്ട്. 71.50 അത് 71.5% ഒക്യുപ്പൻസി കാണിക്കുന്നത്. ഒരു ദിവസത്തെ ഒക്യുപ്പൻസി 71.5 കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഏരിയകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഏരിയ തന്നെയാണ് കൊച്ചി, എറണാകുളം എന്ന് പറയുന്നത്. എറണാകുളത്ത് വലിയ രീതിയിലുള്ള സ്വാധീനം മമ്മൂട്ടി സിനിമകൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാറുണ്ട്. അത് ഇവിടെ മമ്മൂട്ടി സിനിമ എന്നുള്ള രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കളക്ഷനും വന്നിട്ടുണ്ട്. മൾട്ടിപ്ലക്സുകളിലെ കണക്കുകൾ നമുക്ക് ഞെട്ടിക്കുന്ന കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്ത് തന്നെയാലും 71.5% കൊച്ചിയിൽ നിന്ന് 133 ഷോസിലൂടെ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ തിരുവനന്തപുരമാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. 104 ഷോസാണ് തിരുവനന്തപുരത്ത് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ഒക്യുപ്പൻസി വളരെ കുറവാണ് കാണിക്കുന്നത്. 38.5% ഒക്യുപ്പൻസി കാണിക്കുന്നത്. അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കൂടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ 67.25% ഒക്യുപ്പൻസി കാണിക്കുമ്പോൾ 54 ഷോയാണ് അവിടെ പടം ഓടുന്നത്. 54 ഷോ എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു ഷോ ആയിട്ട് തന്നെ കണക്കൂട്ടാം. കാരണം എനിക്ക് തോന്നുന്നു കാതൽ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിന് അവിടെ 40 ഷോയോളമാണ് കിട്ടിയത്. നമ്മൾ അന്ന് അതിനെക്കുറിച്ച് കുറേ സംസാരിച്ചതാണ്. കാരണം 40-ൽ കൂടുതൽ ഷോസ് മമ്മൂട്ടി സിനിമകൾക്ക് അവിടെ കിട്ടാറുണ്ട്. അതൊരു മുൻവിധിയോടെ കൂടി അവിടെ കുറച്ചതാണ് എന്നൊക്കെ നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു. എന്തുതന്നെയാലും 54 ഷോസ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 67.25 മാന്യമായിട്ടുള്ള ഒക്യുപ്പൻസിയും അവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഒക്യുപ്പൻസി എന്ന് പറയുമ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ മാത്രം കണക്കുകളാണ് നമുക്ക് കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും ആളുകൾ അവിടെ പോയി എടുത്തതൊക്കെ കൂട്ടുന്ന സമയത്ത് ഈ 67 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 80-ന് മുകളിൽ 85-ന് മുകളിൽ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. ഹൗസ്ഫുൾ ഷോസും അവിടെ നിന്ന് വന്നേക്കാനുള്ള സാധ്യതയുണ്ട് നൈറ്റ് ഷോസ് ഒക്കെ നോക്കുമ്പോൾ. തൃശ്ശൂരിലേക്ക് വരുന്ന സമയത്ത് 51.75% ഒക്യുപ്പൻസിയാണ് കാണിക്കുന്നത്. 43 ഷോയാണ് സിനിമയ്ക്ക് തൃശ്ശൂർ നേടിയെടുക്കാൻ സാധിച്ചത്. കൊല്ലത്തേക്ക് വരുമ്പോൾ 28 ഷോ മാത്രമാണ് ഉണ്ടായിരുന്നത്. 56% മാന്യമായിട്ടുള്ള ശതമാനം അവിടെ നിന്നും ഒക്യുപ്പൻസി കാണിക്കുന്നുണ്ട്. കോട്ടയത്തേക്ക് വരുമ്പോൾ എല്ലാ കാലത്തെയും പോലെ 10-ൽ താഴെ ഷോസ് മാത്രമാണ് അവിടെ ഉള്ളത്. 8 ഷോസാണ് കോട്ടയത്ത് ഓടുന്നത്. എന്നാൽ 74.25 ഈ തിയേറ്ററുകളുടെ എണ്ണം കുറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമാണ് ഒക്യുപ്പൻസി വലിയ കാര്യമായിട്ട് കൂടിപ്പോകും. കാരണം അവിടെ ആളുകളുണ്ട്, പടം കാണാനായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അവർക്ക് അതിനുള്ള ഷോസ് ഇല്ലാതെ വരുന്ന സമയത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ഷോസിൽ മാത്രം അവർ പടം കാണേണ്ട അവസ്ഥ വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും 74.25% ഒക്യുപ്പൻസി അവിടെ കാണിക്കുന്നത്. ഈ ഒക്യുപ്പൻസി പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഒക്യുപ്പൻസി കാണിക്കുന്നത് കോട്ടയത്താണ്. ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാ കാലത്തും ഒക്യുപ്പൻസി കാണിക്കുന്നതും കോട്ടയത്ത് തന്നെയാണ്. അതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, തിയേറ്ററുകളുടെ ഷോസിൻ്റെ എണ്ണം കുറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കാരണം. അടുത്തത് ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് 33 ഷോയാണ് ഓടുന്നത്. സാധാരണയായിട്ട് ആലപ്പുഴ വളരെയധികം കുറവ് മാത്രം ഒക്യുപ്പൻസി കാണിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ, കൊല്ലമൊക്കെ. കൊല്ലത്ത് ഇപ്പോൾ 56% കാണിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ 47.75% കാണിക്കുന്നുണ്ട്. തിരുവനന്തപുരം മാത്രമാണ് ഇവിടെ 40-ൽ താഴേക്ക് അല്ലെങ്കിൽ 45-ൽ താഴേക്ക് പോയത് എന്ന് വേണം പറയാൻ ഒക്യുപ്പൻസിയുടെ കാര്യത്തിൽ. കേരളത്തിന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഹൈദരാബാദ് എടുത്ത് പറയേണ്ടതാണ്. 4 ഷോ മാത്രമാണ് അവിടെ ഓടുന്നത് എന്നുണ്ടെങ്കിലും 50.50%, അതായത് 50.5% ഒക്യുപ്പൻസി കാണിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഷോയും കൂടി 4 ഷോയും കൂടി കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതിയോളം സീറ്റിംഗ് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്ത് പോയി എന്ന് പറയുമ്പോൾ അവിടെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് സിനിമ മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മുംബൈയിലേക്ക് വരുന്ന സമയത്ത് 13 ഷോയാണ് ഓടുന്നത്. പക്ഷേ വെറും 16% ഒക്യുപ്പൻസി മാത്രമാണ് മുംബൈയിൽ കാണിക്കുന്നത്. മുംബൈയിലെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ടിക്കറ്റ് ചാർജ് വളരെയധികം ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് മുംബൈ. അതായത് നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിനും അപ്പുറത്തോട്ട് ഏകദേശം 10-12 കൊല്ലം മുമ്പ് ഞാൻ അവിടെ ഉള്ള സമയത്ത് 350-360 ആയിരുന്നു അന്നത്തെ അവിടുത്തെ ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഊഹിക്കാം 15 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഏത് റേഞ്ചിലേക്ക്
മുകളിലേക്ക് പോയിട്ടുണ്ടാവുന്നത്. 1000 മുകളിലേക്കൊക്കെ ടിക്കറ്റ് ചാർജ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികളായതുകൊണ്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് പോയി കാണാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും മറാത്തിക്കാരും മറ്റ് ഭാഷക്കാരും ഒന്നും പോയി മലയാള സിനിമ പോയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബാംഗ്ലൂരിലേക്ക് വരുന്ന സമയത്ത് 37% ഒക്യുപ്പൻസി കാണിക്കുന്നുണ്ട്. 70 ഷോയാണ് അവിടെ ഓടുന്നത്. തീർച്ചയായിട്ടും ബാംഗ്ലൂർ ഇതൊരു ഹിറ്റായി മാറാനുള്ള സാധ്യതയുണ്ട്. 70 ഷോ എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള ഷോയാണ്. ഒരിക്കലും ജയറാമിൻ്റെ സിനിമയ്ക്കൊന്നും ബാംഗ്ലൂർ 70 ഷോസ് റിലീസിങ് കിട്ടൂല. ഇത് മമ്മൂട്ടി എന്നുള്ളൊരു പേരിൽ തന്നെയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും 37% ഒക്യുപ്പൻസി എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള ഒക്യുപ്പൻസിയാണ്. ഇവിടുന്ന് പോയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ തന്നെയാണ് കാണുന്നത്. നല്ല രീതിയിൽ തന്നെ സിനിമ ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത അവിടെ നിന്നും കാണുന്നുണ്ട്. ചെന്നൈയിലേക്ക് വരുന്ന സമയത്ത് 25 ഷോസ് ഈ സിനിമയ്ക്ക് ചെന്നൈയിൽ കിട്ടിയിട്ടുണ്ട്. 26% ഒക്യുപ്പൻസി കാണിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും തമിഴന്മാർ ഈ ഒരു സിനിമ കാണാനുള്ള സാധ്യത കൂടുതലാണ്. 2 ഘടകങ്ങളാണ്. ഒന്ന് മമ്മൂട്ടി ഈ സിനിമയിലുണ്ട് എന്നുള്ളതും മറ്റൊന്ന് ജയറാം ഈ സിനിമയിലുണ്ട് എന്നുള്ളതും. ജയറാമിനെയും അവർക്കറിയാം. ജയറാമിന് തമിഴിൽ നായകനായിട്ട് വന്ന് ഹിറ്റുകളൊക്കെ അടിച്ചിട്ടുള്ളൊരു നടനാണ്. തീർച്ചയായിട്ടും അത് ഇന്നത്തെ തലമുറ ഓർത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജയറാമിനെ അവർക്ക് അറിയാവുന്നത് കൊണ്ടും മമ്മൂട്ടിയെ അവർക്ക് അറിയാവുന്നത് കൊണ്ടും ഈ സിനിമയ്ക്ക് തമിഴ്നാട്ടിലും കുറച്ച് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് തന്നെയാലും ആദ്യ ദിവസം കേരളത്തിന് പുറത്ത് 50 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൈനൽ കളക്ഷൻ വന്ന് നിൽക്കുന്ന സമയത്ത് മിനിമം 5 കോടിക്ക് മുകളിൽ ഈ സിനിമ കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് നിന്ന് മാത്രമായിട്ട് നേടും. എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമ ഒരു 50 കോടിക്ക് മുകളിൽ പോകുമെന്ന് തന്നെയാണ്. അത് നമ്മൾ ഓരോ സിനിമയുടെയും റിലീസിൻ്റെ കഴിഞ്ഞ് ഫസ്റ്റത്തെ ഇത് പറയുന്ന സമയത്ത് പറയാറുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രഡിക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു 50-ന് മുകളിൽ പോകും എന്നുള്ളൊരു കാര്യമാണ്. 60-ന് മുകളിൽ പോയാലും അത്ഭുതപ്പെടാനില്ല. തീർച്ചയായിട്ടും ജയറാമിൻ്റെ ആദ്യത്തെ 50 കോടി ക്ലബ്ബായിട്ട് ഓസ്ലർ എന്ന് പറയുന്ന സിനിമ മാറും. കാത്തിരിക്കാം ആ ഒരു നല്ല ഒരു വാർത്തയ്ക്ക് വേണ്ടി. ഇനിയും ഓരോ ദിവസവും ഇതിൻ്റേതായിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.